ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനിങ്ങനെ ഒരിക്കൽ വായിക്കാനിടയായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പിശാചിൻ്റെ സ്വഭാവം, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മനുഷ്യ സ്വഭാവം, എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവ സ്വഭാവം. നിങ്ങൾക്ക് മനസ്സിലായോ? തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ ഒരുപക്ഷെ മനുഷ്യന് കഴിയും, എന്നാൽ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചിക സ്വഭാവമാണ്. ഒരിക്കൽ ന്യൂയോർക്ക് തെരുവിലൂടെ ഒരു പാവപ്പെട്ട ഒരു വല്യമ്മ ഒരു കുട്ട ആപ്പിളുമായി അങ്ങനെ പോവുകയായിരുന്നു. ആപ്പിൾ വിറ്റാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. ഒരു കപ്പൽ ജോലിക്കാരന്, അദ്ദേഹത്തിന് ഒരു കുസൃതി, ഒരു കൗതുകം. ഈ വല്യമ്മയുടെ തലയിലിരിക്കുന്ന ആ കൊട്ടയിലുള്ള ആപ്പിൾ ഒന്ന് താഴെ ചാടിക്കണം. അതിന് ആരും അറിയാത്ത രീതിയിൽ ഈ വല്യമ്മയുടെ ചേർന്ന് നടന്നിട്ട് അറിയാത്ത രീതിയിൽ അദ്ദേഹം ഈ വല്യമ്മയുടെ കയ്യിൽ തട്ടി. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ ആപ്പിൾ കൊട്ട നിലത്ത് വീണു, ആപ്പിളെല്ലാം ചെതറിപ്പോയി. അദ്ദേഹം പ്രതീക്ഷിച്ചു ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരിക്കും, കോപിക്കുമായിരിക്കുമെന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് നിൽക്കുമ്പോൾ വളരെ ശാന്തതയോടെ സൗമ്യതയോടെ ആ പാവം വല്യമ്മ ആ കുട്ട താഴെ വെച്ചിട്ട് ആപ്പിളെല്ലാം പിറക്കിയിട്ടു. അപ്പോൾ ഈ മനുഷ്യൻ അത്ഭുതമായി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പാവ സ്ത്രീ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. വളരെ ശാന്ത സ്വരത്തിലാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന വലിയൊരു തുകയെടുത്ത് ആ പാവപ്പെട്ട വല്യമ്മയുടെ കയ്യിൽ കൊടുക്കുവാൻ ഇടയായി എന്ന് ഞാൻ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, അതാണ് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. അത് ദൈവിക സ്വഭാവമാണ്. നമ്മിൽ ക്രിസ്തു വസിക്കുമ്പോൾ, യേശുവിൻ്റെ വചനം വസിക്കുമ്പോൾ, നമുക്ക് ആരെല്ലാം തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മ ചെയ്യാൻ കഴിയും. നന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ സാധാരണ മനുഷ്യർക്ക് കഴിയും. പക്ഷേ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ ദൈവത്തിനോ ദൈവിക സ്വഭാവമുള്ളവർക്കോ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. ദൈവനാമം മഹത്വപ്പെട്ടെ. ഞാൻ സാഹചര്യവശാൽ വായിച്ച ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് നന്മ ചെയ്യാം. നന്മയ്ക്ക് പകരം നന്മ മാത്രമല്ല, തിന്മയ്ക്ക് പകരവും നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രദർശിപ്പിക്കാം. അതിനിടയാക്കട്ടെ. നമുക്ക് ചിന്തിച്ചു വന്ന ഭാഗത്തിലേക്ക് തിരിയാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. വരണ്ട കൈയുള്ള മനുഷ്യൻ, അവിടെ യേശു ചെല്ലുന്നു. പള്ളിയിലുള്ളവരെല്ലാവരും യേശുവിനെ കുറ്റം ചുമത്തുവാനായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ യേശു അവനോട് എഴുന്നേറ്റ് നടുവ് നിൽക്കാൻ പറയുന്നു. അവൻ അനുസരിച്ചു. അതുവരെയാണ് നാം ചിന്തിച്ചത്. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ യേശു അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതു വിഹിതം എന്ന് ചോദിച്ചു. യേശു ചോദിക്കുകയാണ്. ഇവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്. ഇത് ശബ്ബത്താണ്, ഈ ചടങ്ങ് ആചരിക്കുകയാണോ വേണ്ടത്, അതോ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണോ വേണ്ടതെന്നാണ് കർത്താവ് ചോദിച്ചത്. ആ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രസ്താവ്യമാണ്. ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന വലിയൊരു കൂട്ടം, നിങ്ങൾക്ക് ചടങ്ങനുസരിച്ച് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്, അതോ ദൈവപ്രവൃത്തി ദൈവവചനം അനുസരിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുകയാണോ അനുഭവിക്കുകയാണോ വേണ്ടത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇന്നും ദിഗന്ധങ്ങളിൽ മുഴങ്ങി മുഴങ്ങി ഇന്നും നമ്മുടെ മധ്യത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് ചില ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില കർമ്മങ്ങളും അനുഷ്ഠിക്കുകയാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ അതിലെല്ലാം ഉപരിയായി ഉള്ള ദൈവപ്രവൃത്തി എങ്കിൽ വെളിപ്പെടണം, കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള ചിന്തയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്? ചിന്തിക്കൂ. യേശു ചോദിച്ചു, ഞാൻ ഇന്ന് ചെയ്യേണ്ട ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം, ഏതാണ് നല്ലത്?
അവര് മിണ്ടാതിരുന്നു. മിണ്ടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അവരുടെ ലക്ഷ്യം യേശുവിനെ കുറ്റപ്പെടുത്തണം, യേശുവിനെ കുറ്റം വിധിക്കണം. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശു എന്താ ചെയ്തത്? അവർ മിണ്ടാതിരുന്നുവെങ്കിലും യേശു തൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ്. ആരെല്ലാം മിണ്ടിയാലും, ആരെല്ലാം മിണ്ടാതിരുന്നാലും, ആരെല്ലാം എതിർത്താലും, മകനെ എന്നെ ജീവിതത്തിൽ യേശു ഒരു പ്രവൃത്തി ആരംഭിക്കാൻ ആഗ്രഹിച്ചാൽ അത് യേശു നിർവഹിച്ചിരിക്കും. ലോകം മുഴുവനെതിരായാലും യേശു അത് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ആരെല്ലാം പ്രതികൂലമായിരുന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തോടെ അനുഭവത്തോടെ പറയുകയാണ്, സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി മരണത്തിന് വിട്ടുതന്ന പിതാവാം ദൈവം യേശുവിനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതിലൊരു മർമ്മമുണ്ട്. യേശുവിനോട് കൂടെയാണ് നാം നന്മ അനുഭവിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, യേശു ഇല്ലാതെ ലഭിക്കുന്ന ചില നന്മകളുണ്ട്. അത് തരുന്നത് ദൈവമല്ല, യേശുവല്ല. യേശുവിനോട് കൂടെയുള്ള നന്മ, അതാണ് ബൈബിൾ പറയുന്ന നന്മ, ദൈവഹിതപ്രകാരമുള്ള നന്മ. യേശുവിനോട് കൂടെയുള്ള രോഗസൗഖ്യം, യേശുവിനോട് കൂടെയുള്ളതായ അനുഗ്രഹങ്ങൾ, യേശുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ലോകപ്രകാരമാകാം, അത് തെറ്റൊന്നുമല്ല. ലോകപ്രകാരം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് തെറ്റാണെന്ന് പോലും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ആത്മീയഗോളത്തിൽ പ്രോസ്പെരിറ്റി ആണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പലാണോ? പ്രിയപ്പെട്ടവരെ, അത് മുഴുവൻ പ്രോസ്പെരിറ്റി ഗോസ്പലാണെന്ന് ഞാൻ പറയുന്നതിന് അതിനോട് യോജിപ്പില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയം വേണം, സ്പിരിച്വാലിറ്റി വേണം, പ്രോസ്പെരിറ്റിയും വേണം. പ്രിയരെ, അല്ലാതെ നമ്മളതിന് ജീവിക്കാൻ പൈസ വേണ്ടേ? ഈ പ്രോസ്പെരിറ്റി അല്പം പോലും വേണ്ട എന്ന് പറയുന്നവർ അവരും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾക്ക് ആഹാരത്തിന് തരണം. അവരുടെ മക്കൾക്ക് ഒരു ആവശ്യം വന്നാൽ അവരും പ്രാർത്ഥിക്കും, കർത്താവേ അവർക്കൊരു ജോലി കൊടുക്കണം. അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു വിസയുടെ കാര്യം വരുമ്പോൾ അവരും പ്രാർത്ഥിക്കും. അത് പ്രോസ്പെരിറ്റി ആണെന്ന് പറഞ്ഞ് നാം ചവിട്ടി കളയേണ്ട ആവശ്യമില്ല. പക്ഷേ സ്പിരിച്വാലിറ്റി ആദ്യം വേണമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. സ്പിരിച്വാലിറ്റി ഇല്ലാത്ത പ്രോസ്പെരിറ്റി അത് വേസ്റ്റാണ്. എന്നാൽ ഇത് രണ്ടും കൂടി നമുക്ക് ലഭിക്കും. സ്പിരിച്വാലിറ്റിയോടുകൂടി ലഭിക്കുന്ന പ്രോസ്പെരിറ്റി, അതാണ് ദൈവിക അനുഗ്രഹം. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നമ്മുടെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പോ യാചിക്കുന്നതിന് മുമ്പോ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലഞ്ഞു കഴിയുകയാണോ? നിങ്ങൾ രോഗഗ്രസ്തരായി കഴിയുകയാണോ? കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുകയാണോ? ചില കടബാധ്യതയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണോ? നിരാശയുടെ കയത്തിൽ നിങ്ങൾ താണു പോയിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ കലുഷിതകളും വിദ്വേഷങ്ങളും വെറുപ്പുകളും വളർന്ന്, നീരസങ്ങൾ വളർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ചു കഴിയുകയാണോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ അകന്നകന്നു പോവുകയാണോ? ഞാൻ പറയാം, നിങ്ങൾക്കൊരു പ്രതിവിധി പറയാം. യേശുവിൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല. നിങ്ങൾ വചനത്തിലേക്ക് വരൂ, ക്രിസ്തുവിലേക്ക് വരൂ, ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കൂ, വചനപ്രകാരം ജീവിക്കുമെന്ന് തീരുമാനമെടുക്കൂ. നിങ്ങൾ യേശു സൗജന്യമായി കാൽവറിയിൽ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കൂ. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഈ രക്ഷ വന്നാൽ സ്ഥിതി മാറും. ഹല്ലേലൂയ. അതൊരു ദൈവിക പ്രമാണമാണ്. രക്ഷ വരാതെ മാറുന്ന സ്ഥിതികളൊന്നും ആത്യന്തികമായി ദൈവിക നന്മകളല്ല പ്രിയരെ. ഒന്ന്, രക്ഷിക്കപ്പെടുക. രണ്ട്, സ്ഥിതി മാറുക. അത് കർത്താവ് തരുന്നതാണ്, കർത്താവ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവുമായി സ്വീകരിച്ചുവോ? യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവും നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞുവോ? നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുവോ? പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞുവോ? നിങ്ങൾ വിശ്വസിച്ചുവോ? എങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. ആ രക്ഷയുടെ അനുഭവം വന്നാൽ നിങ്ങളുടെ കാര്യം സ്വർഗം ഏറ്റെടുക്കും. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് പിറ്റേ ദിവസം കോടീശ്വരനാകുകയല്ല, അല്ല. പക്ഷേ ഒരു ഉറപ്പ് ഞാൻ തരാം, നിങ്ങളുടെ കാര്യത്തിനൊരു നീക്കുപോക്ക് കർത്താവ് തരും. അത് എങ്ങനെയെന്നോ എപ്പോഴെന്നോ എന്തെന്നോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയാം, നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും കർത്താവ്.
നിങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ യേശു തൻ്റെ കരം വയ്ക്കും. ദൈവനാമം മോത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ, തളർന്നു പോകല്ലേ, വാടിപ്പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ എന്തിനു ജീവിക്കണമെന്ന് കരുതി നിങ്ങൾ തളരല്ലേ പ്രിയരെ, ക്ഷീണിക്കല്ലേ, വാടല്ലേ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു യേശുവുണ്ട്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നൊരു യേശുവുണ്ട്. യേശുവിന് നിങ്ങളുടെ പേരറിയാം, യേശുവിന് നിങ്ങളുടെ വീടറിയാം, യേശുവിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാം. യേശുവിന് സന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. സ്തോത്രം. ഞാനിപ്പോൾ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ശ്രമിക്കുകയാണ്. എന്താണ് നാം ചിന്തിച്ചത്? ഏതെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിലും നാം വചനമനുസരിച്ചാൽ, യേശുവിന് വേണ്ടി ജീവിതം കൊടുത്താൽ, യേശുവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും നന്മകൾ കർത്താവ് തരും, നമ്മെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മെ കരം പിടിക്കും. നമ്മുടെ ഭാവി ശോഭനമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. ആ ശോഭനമായ അനുഗ്രഹം ഭാവി നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക യേശുവിനോട്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അതിനുശേഷം അപ്പാ എന്ന് വിളിച്ച്, സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം ഉത്തരമരുളും. അല്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ റെഡിയാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ, തൻ്റെ നന്മകളാൽ നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.